പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളെ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ശിഷ്യത്വത്തെക്കുറിച്ച് പഠിക്കാം. ക്രിസ്തു ശിഷ്യന്മാർ ലോകം കാത്തിരിക്കുകയാണ്. നമ്മൾക്ക് വേണ്ടി ലോകം കാത്തിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ കാത്തിരിക്കുന്നു, മാതാപിതാക്കൾ കാത്തിരിക്കുന്നു, നമ്മുടെ ജീവിത പങ്കാളി കാത്തിരിക്കുന്നു, നമ്മുടെ സഹോദരങ്ങൾ കാത്തിരിക്കുന്നു. എന്താണ്? നിന്നിൽ നിന്നൊരു വെളിപ്പെടുത്തൽ. സൃഷ്ടപ്രപഞ്ചം മുഴുവൻ കാത്തിരിക്കുകയാണ് ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനായി. നമ്മൾ ഈ ദൈവമക്കളാകാനുള്ള താല്പര്യക്കുറവ്, അതിന് കൊടുക്കേണ്ട ഒരു വില കൊടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് നമ്മളെല്ലാം ഒത്തിരി നഷ്ടം സഹിക്കുകയാണ്. ഇതൊരു വലിയ കെട്ടാണ്, ഇതൊരു വലിയ മിഥ്യയാണ്. നമ്മളൊക്കെ വേറെ ഏതോ കാര്യങ്ങളിൽ ഫോക്കസ്ഡാണ്. അങ്ങനെ ഫോക്കസ്ഡ് ആയിരിക്കുന്ന നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ജീവിതത്തിലുള്ള എല്ലാ മനുഷ്യരും പലവിധ ദുരിതങ്ങളിൽ കിടക്കുന്നു. ഇന്ന് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെയും പ്രശ്നം അതാണ്. അല്ലെങ്കിൽ സന്യാസം, അല്ലെങ്കിൽ പൗരോഹിത്യം, ഇതിലൊക്കെ വന്നിട്ടും എന്ത് സംഭവിച്ചാൽ ലുക്ക് അറ്റ് യുവർ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ഫാമിലി. ഇറ്റ് ഈസ് ബീൻ ഡിസ്ട്രോയിഡ് ബൈ ദ ഡെവിൾ. കാരണം എന്താ? യു ഹാവ് നോട്ട് ഗ്രോൺ അപ്പ് ടു ദ ലെവൽ ഓഫ് ഗോഡ്സ് പ്ലാൻ. നമ്മൾ എല്ലാവർക്കും ഒരു ബേസിക് വിളിയുണ്ട്. നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ കുടുംബസ്ഥനാകാനോ, അല്ലെങ്കിൽ സന്യാസിനിയാകാനോ, സന്യസ്തൻ അല്ലെങ്കിൽ ഒരു വൈദികനാകാനോ, സുവിശേഷ പ്രഘോഷകനാകാനൊക്കെ നമുക്ക് വിളിയുണ്ട്. അത് ബേസിക് വിളിയാണ്. ഈ വിളിയിൽ നമ്മളെല്ലാവരും ഒരു കംഫർട്ട് കണ്ടെത്തി ഇങ്ങനെ ജീവിക്കുകയാണ്. അതിൻ്റെ ഫലം എന്താണെന്നറിയാവോ? നമ്മളിതിൽ നിന്ന് അടുത്ത തലത്തിലേക്ക് വരാത്തതിൻ്റെ വില നമ്മുടെ ഭവനങ്ങളിൽ കാണുകയാണ്. ഇന്ന് അനേകം സുവിശേഷ പ്രഘോഷകർ, അല്ലെങ്കിൽ സന്യസ്തർ, അല്ലെങ്കിൽ വൈദികർ, ഇവരുടെയൊക്കെ ഭവനങ്ങൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? വലിയ പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോവുകയാണ്. എന്താ കാരണം? നമ്മൾ വേറെ ലോകത്തിൻ്റെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ലോകത്തിൻ്റെ കാര്യം വിളിക്കപ്പെട്ടവരാ. നമുക്കൊരു വിളിയേ ഉള്ളൂ. എൻ്റെ പുറകസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നവർ നിങ്ങളും പരിശുദ്ധരാകുക, ദൈവത്തിൻ്റെ മക്കളായി മാറുക, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി മാറുക. അതാണ് നമ്മൾക്കുള്ള വിളി എന്ന് പറയുന്നത്. അപ്പോൾ ആ വിളിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യയായിരുന്നു പരിശുദ്ധ അമ്മ. ഇന്ന് ഈ അമ്മയിലൂടെയാണ് ലോകത്തെ എല്ലാ കാര്യങ്ങളും സ്വർഗം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഷീ ഈസ് ദ ബെസ്റ്റ് ഡിസൈപ്പിൾ. ക്രിസ്തു അവളിൽ പ്രവർത്തിക്കുകയാണ്. ക്രിസ്തുവിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഡിസൈപ്പിൾ എന്ന് വിളിക്കുന്നത്, അല്ല വേറെ ഒന്നുമില്ല. അപ്പോൾ അതിനെന്ത് വേണം? നമ്മളിൽ വചനത്താൽ നമ്മൾ നിറയപ്പെടണം. വചനം നമ്മൾ ലോകത്തിൽ പ്രഘോഷിക്കണം, അധികാരത്തോടെ പ്രഘോഷിക്കണം. ഇന്ന് നമ്മൾ ഈ സ്റ്റെപ്പിലേക്ക് വരാത്തതിൻ്റെ വലിയ നഷ്ടങ്ങൾ നാളെ നമ്മളോട് സ്വർഗം ചോദിക്കും. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കൂടെയുള്ള മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഇവരിൽ പലരും മരിച്ചുപോയി, പലരും വിശ്വാസത പുറത്തുപോയി, പലരും പലവിധ പ്രശ്നങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുകയാണ്. ഇതിനൊക്കെ സൊല്യൂഷൻ കൊടുക്കേണ്ടവരല്ലേ നമ്മളെ? കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഉറയില്ല, അധികാരമില്ല, ആധിപത്യമില്ല. യേശു നൽകിയ ആധിപത്യം നമ്മളിങ്ങനെ യേശുവിനെ പറഞ്ഞ് നടക്കുന്നത് മാത്രമേ ഉള്ളൂ. സ്റ്റഫില്ല. കാരണം എന്താണ്? ശിഷ്യത്വത്തിലേക്ക് നമ്മൾ വളരാൻ തയ്യാറാകുന്നില്ല. നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളും, ലോകത്തിലെ കുറേ മോഹങ്ങൾ, ലോകം കച്ചു നീട്ടുന്ന ബഹുമതികൾ, കയ്യടികൾ, സ്ഥാനമാനങ്ങൾ, ഇതെല്ലാം നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിന്റെ ഭവനത്തിൽ സാത്താൻ കയറി വിളയാടിക്കൊണ്ടിരിക്കുക. നമ്മളിതെല്ലാം കുറ്റം പറഞ്ഞ് നടക്കുക ഇല്ല. വൺ ഡേ യു വിൽ ബി ആൻസറബിൾ. കാരണം നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന, ദൈവദത്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്തത് കൊണ്ട് നമ്മുടെ ഭവനം, നമ്മുടെ ഇടവക, നമ്മുടെ രൂപത, നമ്മുടെ സംവിധാനങ്ങൾ, നമ്മുടെ ഓർഗനൈസേഷൻ എല്ലാം കയറി വിശാശി നശിപ്പിച്ചുകൊണ്ടിരിക്കുക. വൈ? ഓൺലി വൺ റീസൺ: വി ആർ നോട്ട് റെസ്പോൺസിബിൾ. നമുക്ക് നൽകപ്പെട്ട ഉത്തരവാദിത്തം നമ്മൾ നിർവഹിച്ചില്ല. ഏതെങ്കിലും തോട്ടത്തിൽ കൊടുത്ത ഉത്തരവാദിത്തം ആദം നിർവഹിക്കാതെ വന്നതിൻ്റെ വിലയും ശിക്ഷയുമാണ് അവന് കിട്ടിയത്. ആദത്തിന് ശിക്ഷ കിട്ടിയത് എന്തുകൊണ്ട്? ഏതെൻ തോട്ടത്തിൽ ശത്രു കടന്നു വരാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം. നിന്റെ ശ്രദ്ധക്കുറവാണ് നിന്റെ ജീവിത പങ്കാളി ശത്രു കയറി അവളെ പ്രലോഭിപ്പിക്കാനും അവളെ പാപത്തിലേക്ക് നയിക്കാനും കാരണമായത്. ദിസ് ഈസ് യുവർ ഇറസ്പോൺസിബിലിറ്റിയാണ്. അപ്പം ഈ റെസ്പോൺസിബിലിറ്റി ഇന്ന് നമ്മൾ കാണിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മക്കളെല്ലാവരും ഇന്ന് പലവിധ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണരുക. സംഭവിച്ചു. ഇനിയും ശത്രുവിനെ കയറി നമ്മുടെ ജീവിതത്തിൽ കയറി കളിക്കാൻ അനുവദിക്കരുത്. ബിക്കോസ് യു ഹാവ് അതോറിറ്റി ഓവർ ഹിം. ആ പാമ്പ്, ലൂക്കാ 10:19, ആ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന് സകല ശക്തികളുടെ മേൽ ചവിട്ടി നിൽക്കാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങൾ ഉപദ്രവിക്കില്ല. Nothing will harm you. I have given you authority to stamp over serpents and scorpions. Nothing will harm you.
അപ്പോൾ ഇതാർക്ക് കൊടുത്തിരിക്കണമെന്നാണ്? ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ നമ്മളിങ്ങനെ കുറേ ഭക്തജനങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങോട്ട് പോരൂ, അടുത്ത മാസാദി വെള്ളിയാഴ്ച അങ്ങോട്ട് പോയിക്കോളൂ, അല്ലെങ്കിൽ ആദ്യ ശനിയാഴ്ച ഇവിടെ വരൂ. എന്താണ് ഈ കാണിക്കുന്നത്? നമ്മൾ മാറണം. വലിയ വലിയ അപരാധമാണ് നമ്മൾ ദൈവജനത്തോട്. അവർക്കിത് അറിഞ്ഞുകൂടാ. അവരെ പഠിപ്പിക്കണം. നീ ഇങ്ങോട്ട് ഓടി വരേണ്ട കാര്യമൊന്നുമില്ല. പവർ ഇസ് ദേർ ഇൻ യു. എന്നിലുള്ള ശക്തി നിന്നിലുണ്ട്. ഈ ശക്തിയിലേക്ക് നീ വളരണം. ഇതാണ് നമ്മുടെ വിളി. നമ്മൾ ആളെ കൂട്ടല്ല. നമ്മൾ യേശു ക്രിസ്തു വളരെ കൃത്യമായിട്ട് വലിയ ജനക്കൂട്ടം അവൻ്റെ പുറകെ വരുന്നുണ്ട്. തിരിഞ്ഞു നിന്നിട്ട് പറയാണ്, എൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല. യു ഹാവ് എ കോൾ. ഞാൻ 3 വർഷം കഴിയുമ്പോൾ സ്ഥലം വിടും. ഞാൻ പോയി കഴിഞ്ഞപ്പോഴേ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ വളരണം, അല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും. യേശു ക്രിസ്തുവിന് ആളെ കൂട്ടി നടത്തുന്ന പരിപാടിയല്ല. ഇന്ന് നമ്മുടെ ധ്യാന മന്ദിരങ്ങളും നമ്മുടെ എല്ലാ ശുശ്രൂഷകളും നമ്മുടെ പ്രസ്ഥാനങ്ങളും വളർത്താൻ വേണ്ടി ഒരു വൈദികൻ അല്ലെങ്കിൽ ആ വിളിക്കപ്പെട്ട ആളുടെ കൃപ കഴിക്കുന്നത് ആ സാധനം തീർന്നു പോവുകയാണ്. യേശു ക്രിസ്തു അങ്ങനെ തന്നിലേക്കല്ല ആൾക്കാരെ കൊണ്ടുവന്നിരുന്നത്. യേശു എല്ലാവരെയും വിളിച്ചിട്ട് പറയാം, നിന്നിൽ വിളിയുണ്ട്, നിനക്കൊരു വിളിയുണ്ട്. ഇങ്ങനെ അപ്പം നേടി വരുന്നു, രോഗസൗഖ്യം നേടി വരുന്ന ജനക്കൂട്ടത്തെ കണ്ടുകൊണ്ടിരിക്കുവാൻ വിളിച്ച് പറയാണ്. അവൻ ജനക്കൂട്ടങ്ങൾ, ലൂക്കാ 14:25, വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെ എന്നല്ല, സ്വജീവനെ തന്നെ വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനാകാൻ സാധ്യമല്ല. നമ്മുടെ വിളി ശിഷ്യനായിരിക്കുക എന്നുള്ളതാണ്, ഭക്തരായിരിക്കുക എന്നുള്ളതല്ല. ഈ ശിഷ്യത്വത്തിലേക്ക് വളരാനുള്ള താല്പര്യക്കുറവ് കാരണം. എന്നിട്ട് അടുത്ത വചനം എന്താ പറയണത്? സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. അപ്പം എൻ്റെ ഇടയിൽ പറയണം, മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, നമുക്ക് ഈ ലോകത്തിലെ വ്യക്തികൾ, ലോകത്തിലെ സംവിധാനങ്ങൾ, ഇതിനെയെല്ലാം നമ്മൾ പുറത്താക്കാന്ന് പറയുമ്പോൾ വലിച്ചു തോട്ടിക്കളയാന്നുള്ളതല്ല, വീട്ടിൽ നിന്ന് പുറത്താക്കാന്നല്ല. ദേ ആർ ഓൾ സെക്കൻഡറി. ഫസ്റ്റ് ഇസ് ക്രൈസ്റ്റ്. ആദ്യം യേശുവിനെ പ്രതി മാത്രം. എൻ്റെ സുഹൃബന്ധങ്ങൾ എല്ലാം ഇതിലേക്ക് നമ്മൾ വരണം. നമ്മുടെ വിനോദങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ അഭിരുചികൾ, നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്സ്, ഇതെല്ലാം യേശു ആഗ്രഹിക്കുന്നതിൽ വരണം. ഇത് വരാത്തതുകൊണ്ട് എന്താ പറ്റുന്നത്? വലിയ നഷ്ടം സഭ കൊടുത്തോണ്ടിരിക്കുന്നു. പിശാച് കയറി മെതിക്കുന്നു. ഫ്രീ വാക്ക് എന്ന് പറയും അല്ലേ? നമ്മൾ ഈ സ്പോർട്സൊക്കെ കളിക്കുമ്പോൾ വാക്ക് ഓവർ, ഒരു ചെറിയ കൈവരൂല അനക്കാതെ സഭയെന്ന് കീഴടക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ സഭയെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവിധ അടിമത്തത്തിനും പാപത്തിനും അടിമപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമായി വളർന്നുകൊണ്ടിരിക്കുക. ആൻഡ് nobody is there to help them. nobody എന്നുള്ളതല്ല, ആൾക്കാരുണ്ട്. നമ്മൾ കുറേ കലാപരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു ഗുണവുമില്ല. നോ ഇഫക്റ്റ്. വളരെ ശോചനീയമാണ്. ബാപ്റ്റിസം അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ, അത് കഴിഞ്ഞ് പിന്നെ സൺഡേ സ്കൂൾ, 10-12 വർഷം സൺഡേ സ്കൂൾ പഠിക്കുന്ന പിള്ളേർ, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ, ഇവരെ നയിക്കുന്ന വൈദികർ, ഇതുകൂടാതെയുള്ള അൽമായ പ്രേക്ഷിതർ, ഇതെല്ലാ പരിപാടിയും മറ്റേ വിൻസെൻ്റ് പോള്, ആ പോള്, CLC, KFC-YM, ഇങ്ങനെ എല്ലാ പരിപാടികളുമുണ്ട്. ഇതെല്ലാം നടന്നിട്ടും ക്രിസ്ത്യാനി എവിടെ നിൽക്കുന്നു? അവൻ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും, ഡിവോഴ്സ്, അബോർഷൻ, സെക്ഷുവൽ പ്രൊമിസ്ക്വിറ്റീസ്, മയക്കുമരുന്നുകൾ, മദ്യം, ഇതിനെല്ലാം അടിമപ്പെട്ട് കിടക്കുന്ന ഈ ജനത്തിനെ ഇതിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ കപ്പാസിറ്റി ഇല്ലാത്ത ചർച്ച്. You don't know how to deal with these problems. ഈ പ്രശ്നം കൈകാരിക്കാൻ അറിഞ്ഞുകൂടാ. രണ്ടത് കൈകാര്യം ചെയ്യാനുള്ള അധികാരമില്ല, കൃപയില്ല. നമ്മളിങ്ങനെ വേറെ എന്തൊക്കെയോ കാര്യം ചെയ്തിട്ട് നമ്മുടെ കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഉണരുക, തിരിച്ചു വരണം, ഹൃദയത്തെ വിശുദ്ധീകരിക്കണം. ഇതിനൊരു വില കൊടുത്തേ പറ്റൂ. താഴത്തോട്ട് വരുമ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. ലൂക്കാ 14:28, ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്നതിൻ്റെ ചെലവ് ആദ്യമേ തന്നെ കണക്ക് കൂട്ടി നോക്കാത്ത നിങ്ങളിൽ ആരുണ്ട്? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും. അവർ പറയും, ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് നമ്മളെ നോക്കിയിട്ട് ഈ ലോകം കളിയാക്കുകയാണ്. ക്രിസ്ത്യാനി എല്ലാവിധ പ്രശ്നങ്ങളും ദുരിതങ്ങളും കടങ്ങളും ബാധ്യതകളും പേറി നടക്കുന്ന ക്രിസ്ത്യാനി.
ഇന്ന് വൈദികര് സിസ്റ്റേഴ്സിൻ്റെയൊക്കെ വലിയൊരു ഉത്തരവാദിത്വമാണ് വീട്ടിലെ കടം മാറ്റുക, അവർ വന്ന വീട്ടിൻ്റെ ബാധ്യതകൾ മാറ്റുക. പത്തറ്റിക്. അല്ലെങ്കിൽ 20,000 ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നവനെ 10,000 കൊണ്ട് നേരിടാൻ സാധിക്കുമെന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിന് യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത്? അപ്പൊ സാധാരണ കോമൺ സെൻസ് വെച്ച് നോക്കുമ്പോൾ ഈ ലോകത്തിൽ ആരാണ് ഇങ്ങനെ ചെയ്യാത്തത്? കാരണം വെച്ചാൽ ആ ദൗത്യത്തിനുള്ള ഒരു വില കൊടുക്കേണ്ടതുണ്ട്. ഇത് സാധ്യമാകുമോ? അപ്പം നമ്മൾ സ്വാഭാവിക ബുദ്ധിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കും. പക്ഷെ നമ്മൾ ലോകകാര്യങ്ങളെല്ലാം ഈ കാൽക്കുലേഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്. ഈ കോഴ്സ് എനിക്ക് പഠിക്കാൻ പറ്റൂ, എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റൂ, ഇതിനുള്ള പൈസയുണ്ടോ, ഫണ്ടുണ്ടോ, ഇതെല്ലാം നമ്മൾ. പക്ഷെ ആത്മീയ കാര്യം വരുമ്പോൾ നമ്മൾ ഇതിലെല്ലാം ഒരു ശ്രദ്ധയില്ല. ഈശോ വന്നിട്ട് പറയാം, അടുത്ത സ്റ്റെപ്പാണ്. കാരണം നമ്മളെ ബേസിക് കാര്യങ്ങളിലേക്ക് നമ്മൾ വരുന്നുണ്ട്, ആ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരുന്നില്ല. എന്നിട്ട് ഈശോ പറയാണ്, അത് സാധ്യമല്ലെങ്കിൽ യുദ്ധത്തിന് 20,000 ഭടന്മാരോടുകൂടെ നിനക്കെതിരെ വരുന്നവനെ 10,000 കൊണ്ട് നേരിടാൻ സാധിക്കുമെന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത്? അത് സാധ്യമല്ലെങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും. കാരണം നമ്മുടെ കപ്പാസിറ്റി പറ്റാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്നില്ല. എന്നിട്ട് ഈശോ പറയാം, എന്താണ് ഇവിടെ എല്ലാം പറഞ്ഞു വന്നുകൊണ്ട് ഇതിലേക്കാണ് വരുന്നത്. അടിസ്ഥാന പോയിന്റ് ഇതിലേക്കാണ് വരുന്നത്. 33 ലൂക്ക 14:30. ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല. ഉപ്പ് നല്ലത് തന്നെ, എന്നാൽ ഉറകെട്ടുപോയാൽ അതിന് എങ്ങനെ ഉറകൂട്ടും? മണ്ണിനോ വളത്തിനോ അത് ഉപകരിക്കുകയില്ല. ആളുകൾ അത് പുറത്തെറിഞ്ഞ് കളയുന്നു. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത്ര വേദനയോടെ കർത്താവ്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സൗകര്യമുണ്ട് ചെയ്യാനല്ല. ലിസൺ ടു മൈ മദർ. എൻ്റെ ആദ്യത്തെ ഡിസൈപ്പിളിനോട് ഞാൻ അവളെ വളർത്തിക്കൊണ്ടുവന്നത് ആ മംഗളവാർത്താ സമയം ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയാണ്, വിവാഹ നിശ്ചയം ചെയ്ത പെൺകുട്ടിയോട് പറയുകയാണ്, നീ ഇപ്പോഴേ ഗർഭിണിയാണ്. അവൾ വരണ്ടുപോയി. ബട്ട് ഷീ ലിസൺ ടു ദാറ്റ് വേർഡ്. അത് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാനുള്ളതല്ല പറഞ്ഞത്. ചെവി ഉണ്ടെങ്കിൽ കേൾക്കാൻ അർത്ഥം എന്താ? ഈ പറയുന്ന വാക്ക് കേട്ട് നിന്റെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് അതിനെ മാംസം ധരിപ്പിച്ച് ജീവിപ്പിക്കണം. This is what is a discipleship is all about. വീണ്ടും ഒരു ജേർണി ആയിരുന്നു. അങ്ങനെ വളരെ ഭീകരമായ ആ ഒരു ദൗത്യം ഏറ്റെടുക്കണം, വചനം ഏറ്റെടുക്കണം. ഇതാ കർത്താവിൻ്റെ ദാസ്യത്തിൻ്റെ വചനം എന്നിൽ നിറവേറപ്പെടട്ടെ. തീർന്നില്ല. 12 വയസ്സായപ്പോൾ മകനെ കാണാതെ അമ്മ അലഞ്ഞു ഓടി വരികയാണ്. ദേവരത്തെ കണ്ടപ്പോൾ പറയണം, ഓ നീ എന്ത് പണിയാ ചെയ്താൽ പറയുന്നത്? ഈശോയുടെ ഒരു കാര്യം പറയാണ്, നിങ്ങൾ എന്തിനാ എന്നെ കുറിച്ച് ആകുലപ്പെടുന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനല്ലേ? യേശ്. അവിടെ ആൾക്കാർ അതിൻ്റെ കാര്യം മനസ്സിലായില്ല. മറിയത്തിന് യേശു പറയുന്ന അർത്ഥം മനസ്സിലായില്ല. അവളത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതെനിക്ക് മനസ്സിലാകുന്നില്ല, എന്തെങ്കിലും അവരെന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞായിരിക്കും. അങ്ങനെയല്ല. എവറി വേർഡ് ഫ്രം ജീസസ് ഷീ ബ്രിങ് ഇറ്റ് ഇൻ ടു ഹർ ഹാർട്ട്. ഇതാണ് ചെവിയുള്ള കേൾക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഒരു വചനം പോലും മാറ്റിവെക്കാൻ പാടില്ല. എല്ലാ വചനങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചു, മനസ്സിലാക്കി, പ്രാർത്ഥിച്ച്, ധ്യാനിച്ച് മനസ്സിലാക്കി. എന്താ ധ്യാനം മനസ്സിലാകുന്നത്? നീ എൻ്റെ പുറകെ മാത്രം നടക്കേണ്ട അമ്മയല്ല, നീ എല്ലാ വിശ്വാസികളുടെ അമ്മയാകേണ്ടവളാണ്. യു ഹാവ് എ മെറ്റേണൽ ഡ്യൂട്ടി. ദൈവരാജ്യത്തിൽ ഒരു പിതാവുണ്ട്. ആ പിതാവിൻ്റെ ഒരു അമ്മയുണ്ടാകേണ്ട ആവശ്യമാണ് ഈ ലോകത്തിൽ. ദാറ്റ് ഈസ് യുവർ കോൾ. വെറുതെ എൻ്റെ പുറകെ നടക്കരുത്. ആൻഡ് ഷീ അണ്ടർസ്റ്റുഡ് ഇറ്റ്. അവിടെ തീരുന്നുണ്ടോ? ഇല്ല. വീണ്ടും യേശു സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ശിഷ്യന്മാർ, നിന്റെ അമ്മയും സഹോദരന്മാർ എന്നെ കാണാൻ കാത്തിരിക്കുകയാണ്. യേശു പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാർ? എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ വാക്ക് കേട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർ. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മയുണ്ട്. പോരാ, അമ്മയോട് പറയാ ഇനിയും വേണം. അപ്പോ ഇതാണ് ചെവിയുള്ള കേൾക്കേണ്ടത്. സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാന്നുള്ളതല്ല. ഈ ഉത്തരവാദിത്വത്തിലേക്ക് വരാത്തതിൻ്റെ വില ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കുന്നുണ്ട്. ഐ ചാലഞ്ച് എവ്രിബഡി, എവ്രി ക്രിസ്ത്യൻ. ഈ ഉത്തരവാദിത്തത്തിലേക്ക് വന്നവരുടെ ഭവനത്തിൽ ഉണ്ടാവില്ല. ഇല്ലാത്തവരെല്ലാ ഭവനങ്ങളിലും സാത്താൻ കയറി വിളയാടുക, നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അവൻ വരുന്ന 3 കാര്യങ്ങൾ: മോഷ്ടിക്കാൻ, കൊല്ലാൻ, നശിപ്പിക്കുവാൻ. നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ കരയേണ്ടവരല്ല പ്രിയമുള്ളവരെ. ഉണരുക, വളരണം. അപ്പം അതുകൊണ്ട് എന്ത് വേണം? അപ്പം ഈ ശിഷ്യത്വത്തിലേക്ക് വരാൻ പുറകെട്ട് പോയി. നോ യൂസ്. നമ്മളെ ചുറ്റുപാട്, നമ്മുടെ കുടുംബങ്ങളിലും കാര്യങ്ങളും പല പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇതിന് പരിഹരിക്കാൻ ഉപ്പില്ല.
പൊക്കറ്റ് എല്ലാം ഇടുന്നുണ്ട്. മീൻ ചീഞ്ഞു പോകാണ്ട് ഉപ്പിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ എന്താണ്, മീൻ ചീഞ്ഞു പോയി. അപ്പോൾ അയ്യോ, ഉപ്പ് വെച്ചിട്ട് മീൻ എന്താ ചീഞ്ഞു പോയത്? അത് ചേട്ടാ അതിന് ഉറയില്ല. ഇന്ന് നമ്മുടെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ എല്ലാം, എവരിബഡി. അപ്പോൾ ഈ ഉത്തരവാദിത്തത്തിലേക്ക് നമ്മൾ വളരണം, അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വില. അപ്പം അതുകൊണ്ട് ആ വില കൊടുക്കുന്നതിലും നല്ലതാണ് യേശു പറഞ്ഞ വില കൊടുക്കണം. എന്താണ്? ഇതുപോലെ നിങ്ങൾ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല. ശിഷ്യത്വത്തിലേക്കാണ് വിളി. ശിഷ്യനാകണമെന്നുണ്ടെങ്കിൽ നമുക്കുള്ളതെല്ലാം ഉപേക്ഷിക്കും. എന്താണ് നമുക്കുള്ളത്? ദൈവം നൽകിയതാണ്. എൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇങ്ങനെ പറയാം: സോ നോ വൺ ക്യാൻ ബിക്കം മൈ ഡിസൈപ്പിൾസ് അൺലെസ് ഹി ഫസ്റ്റ് സിറ്റ്സ് ഡൗൺ ആൻഡ് കൗണ്ട്സ് ഹിസ് ബ്ലെസ്സിങ്സ് ആൻഡ് ദെൻ റിനൗൺസസ് ദം ഓൾ ഫോർ മീ. നിനക്ക് ദൈവം തന്ന എല്ലാം, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, വയൽ, വീട്, പറമ്പ്, എല്ലാം, നിന്റെ കഴിവുകൾ, നിന്റെ സൗന്ദര്യം, ഇതെല്ലാം എന്തിനുള്ളതാ? ഇതെല്ലാം എന്തിനുള്ളതാണ്? ഒരു സമയത്ത് കഴിയുമ്പോൾ നീ ഇത് നഷ്ടപ്പെടുത്തണം. എന്തിനാണ്? അങ്ങനെ നിനക്ക് ശിഷ്യനാകാൻ പറ്റുള്ളൂ. ഈ ശിഷ്യത്വത്തിലേക്ക് വളരുന്നില്ല. ഈ ദൈവം തന്നെ ദാനങ്ങളിൽ നമ്മളിങ്ങനെ സുഖിച്ച് സന്തോഷിച്ച് ഈ ദാനങ്ങൾ വെച്ച് ലോകത്തിൽ കുറേ പൈസ ഉണ്ടാക്കി, ലോകത്ത് കുറേ കയ്യടി വാങ്ങി, കുറേ സ്ഥാനമാനങ്ങൾ വാങ്ങി, ലോകത്തിൽ കുറേ ബഹുമതി നേടി ഇങ്ങനെ നടക്കുന്ന ക്രിസ്ത്യാനി, നിന്റെ ഭവനത്തിൽ സാത്താൻ വിളയാടുന്നു. And you will have to pay a big price tomorrow. വാക്കെഴുതി വെച്ചോ. എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളും വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം ദൈവം വിളിച്ചിരിക്കുന്ന വിളിയോട് ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് ആ ശിഷ്യത്വത്തിൽ വളരാനുള്ള ആ തയ്യാറെടുപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ അതിനൊരു വില കൊടുക്കേണ്ടത്. ഈ വില കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഈ വില കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിയാണ്. ഈ മാതാപിതാക്കളും വയലും വീടും പറമ്പൊക്കെ വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കർത്താവ് വളരെ കൃത്യമായിട്ട് ഉത്തരം തന്നിട്ടുണ്ട്. എന്നെ പ്രതി, എൻ്റെ സുവിശേഷത്തെ പ്രതി വീടിനെയോ വയലിനെയോ പറമ്പിനെയോ എന്ത് നഷ്ടപ്പെടുത്തിയാൽ ഇവിടെ വെച്ച് 100 ഇരട്ടി തിരിച്ചു തരും. വരാനിരിക്കുന്ന ലോകത്തിൽ നിത്യജീവൻ, പിന്നെ കുറച്ച് പീഡനങ്ങളും. അത് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്കുള്ളതാണ് പീഡനം. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾക്ക് നാളെ പീഡിപ്പിക്കപ്പെടാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. പക്ഷേ എവിടെ ഈ ത്വക്കിലെ ജീവൻ ഉള്ളിടത്തോളം കാലം we will preach this gospel and we will proclaim this wonderful truth that Jesus is the Lord of this universe. അവൻ മാത്രമാണ് ഈ ലോകത്തിൻ്റെ കർത്താവ്, വേറൊരുവനും രക്ഷയില്ല. അപ്പം അതുകൊണ്ട് ഈ ദൗത്യത്തിലേക്ക് ഇതിലേക്ക് നമ്മൾ വളരണം. അതിന് നമ്മളെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണം. ഹൃദയത്തിൽ ദൈവസ്നേഹം കൊണ്ട് നമ്മൾ നിറയണം. ദൈവത്തെക്കാൾ ഉപരി ഒന്നിനെ സ്നേഹിക്കാൻ പാടില്ല. ഇങ്ങനെയാണ് ആത്മീയ പിതാക്കന്മാരെ നമ്മൾ പറയുന്നത്. ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആത്മാവിൽ ദാരിദ്ര്യം പാലിക്കണം. അൽഫോൻസ് ലിഗോരിയുടെ ബ്യൂട്ടിഫുൾ സേയിങ് ആണ്. ലൗകിക വസ്തുക്കളിൽ നിന്നും സഹജീവികളിൽ നിന്നും താൽക്കാലിക ബഹുമതികളിൽ നിന്നും അയാൾ തന്നിൽ നിന്ന് തന്നെ തൻ്റെ എല്ലാ സുഖങ്ങളും അയാൾ അകന്നിരിക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് ക്രിസ്തുവിൽ വളരാൻ പറ്റുള്ളൂ. ഈ ക്രിസ്തുവിൽ നീ വളരുന്നതിൻ്റെ പേരാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. ഈ ശിഷ്യത്വത്തിൽ വളരാത്തതുകൊണ്ടാണ് നിന്റെ ഭവനത്തിൽ വലിയല്ലോ. നീ ഭവനത്തിൽ മാത്രമല്ല, നാളെ നിന്റെ ജീവിതത്തിൽ ഈ സാധനം കയറി പിടിക്കും. അപ്പോൾ നിനക്ക് ഇതിൻ്റെ പേര് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ സംഭവിക്കുന്നത് കാണുന്നില്ലേ? സഭയിലൊക്കെ എന്തോരം പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഇതെല്ലാം കുടുംബങ്ങൾ എന്തോരം ഡിവോഴ്സാണ്. കുടുംബ കോടതിയിലെ ഡിവോഴ്സ് കേസിൽ കെട്ടിക്കിടക്കുകയാണ്. ആൻഡ് നോബഡി നോസ് വാട്ട് ഈസ് എ സൊല്യൂഷൻ. പാത്തറ്റിക്. മിസ്റ്റർ ജോൺ ഓഫ് ദ ക്രോസ് ഇങ്ങനെ പറയാണ്: ഏതെങ്കിലും ഒരു സൃഷ്ടിയുമായി ഉറ്റ ബന്ധത്തിലായിരിക്കുന്ന വ്യക്തി അതിന് ധാരാളം പുണ്യങ്ങളുണ്ടായിരുന്നാലും ദൈവവുമായുള്ള സമ്പൂർണ്ണ ഐക്യം നേടിയെടുക്കുക സാധ്യമല്ല. അതായത് ഹൃദയത്തിൽ ഉള്ള ഏറ്റവും നിസ്സാരമായി നീ സ്നേഹിക്കുന്ന വ്യക്തിയോ വസ്തുക്കളോ സംവിധാനങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു സൃഷ്ടി നീ ഉറ്റ ബന്ധത്തിലായിരിക്കുന്നെങ്കിൽ ആ വ്യക്തിക്ക് ബാക്കി എന്തെല്ലാം പുണ്യങ്ങളുണ്ടായാലും നമുക്ക് ദൈവവുമായിട്ടുള്ള സമ്പൂർണ്ണ ഐക്യത്തിൽ വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഉപേക്ഷ, പരിത്യാഗം. ഇതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ വിളി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഉപേക്ഷ പരിത്യാഗം ചെയ്ത് ഹൃദയത്തെ വിശുദ്ധീകരിക്കുന്നതനുസരിച്ച് നിന്നിൽ ക്രിസ്തു രൂപപ്പെടും. ദൈവസ്നേഹം ഇങ്ങനെ ക്രിസ്തു രൂപപ്പെടുന്നത് സഹോദരൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സഹോദരനെ സ്നേഹിക്കണം. അപ്പോൾ ഈ സഹോദരനായിരിക്കുന്ന അടിമത്തത്തിൽ, പാപത്തിൻ്റെ അടിമത്തത്തിൽ, രോഗത്തിൻ്റെ അടിമത്തത്തിൽ, പൈശാചിക വീടുകളുടെ അടിമത്തത്തിൽ, തഴക്കദോഷങ്ങളുടെ അടിമത്തത്തിൽ, എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കണവനെ നമ്മുടെ ഓരോരുത്തരുടെയും വിളിയാണ്.
ഇതിൻ്റെ അകത്ത് നമ്മുടെ കൃപയനുസരിച്ച് പല തണ്ടലങ്ങളും നമ്മളിലേക്ക് വരുന്നു. പക്ഷെ അടിസ്ഥാനപരമായി നമ്മുടെ ഭവനം നമ്മളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കൃപ സ്വന്തമാക്കണം. അതിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ വചനം ഒരിക്കൽ പറയാണ്, ഇതുപോലെ നിനക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ. ഈ ഉപേക്ഷ കൂടാതെ നമ്മൾ ക്രിസ്തു വളരില്ല. അപ്പൊ ഈ ഉത്തരവാദിത്തത്തിലേക്ക് വളരാത്തത് കൊണ്ടാണ് ഉറയില്ല. ഉപ്പുണ്ട്, ഉറയില്ല. ഉറയില്ലാത്തവർ എന്തുണ്ട്? നമ്മളിന്ന് ഫലശൂന്യരാണ്. ഫലശൂന്യർ തന്നെയല്ല, നമ്മളെ ആർക്കും വേണ്ടെന്നല്ല, നമ്മളെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവസാന കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പ്രതിസന്ധിയുടെ ലോകം കടന്നു പോകാൻ പോവുകയാണ്. ഈ പ്രതിസന്ധികളെ കെട്ടിയിടാനും ഈ പ്രതിസന്ധികൾ ബഹിഷ്കരിക്കാനും ചില എന്താ പറയുക, സ്വാഭാവികമായ നാച്ചുറൽ കലാമിറ്റീസ്, വലിയ പ്രശ്നങ്ങളൊക്കെ ലോകം, ഇതിനെല്ലാം കെട്ടാനും ബന്ധിക്കാനുള്ള അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. ഇതുപയോഗിച്ച് കെട്ടി ലോകത്തിലെ സാത്താൻ്റെ പ്രവർത്തനങ്ങളെ നിർവീര്യമാക്കാനും നശിപ്പിക്കുവാനും വിളിക്കപ്പെട്ടവരാണ്. പക്ഷെ അതിൻ്റെ മേലെ ആധിപത്യം കിട്ടണമെങ്കിൽ അടിസ്ഥാനപരം മഗ്ദലന മറിയത്തുമായി 7 പിശാചെന്ന് പുറത്തിറങ്ങണം. അല്ലാതെ ഈ ലോകത്തിലെ ഡൂക്കിലി പിശാചെന്ന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിട്ട് കാര്യമില്ല. ഇതിൻ്റെ നിന്ന് പുറത്ത് കരുതാതെ നമുക്ക് ആർക്കും ക്രിസ്തുവിൻ്റെ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ അധികാരത്തിൽ നമുക്ക് പങ്കുചേരാൻ പറ്റില്ല. സോ അതുകൊണ്ട് ചിന്തിക്കുക, എവിടെയാണ് ഇന്ന് കുടുംബത്തിൻ്റെ പ്രശ്നം? എന്താ? നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തത്തിലേക്ക് നമ്മൾ വളർന്നില്ല. അങ്ങനെ വളർന്നൊരു അമ്മയുണ്ട്, വളരെ റെസ്പോൺസീവ്. ജീസസ് വാസ് വെരി പ്ലീസ്ഡ് വിത്ത് ഹിസ് മദർ, ദ ബെസ്റ്റ് ഡിസൈപ്പിൾ ആൻഡ് ദ ഫസ്റ്റ് ഡിസൈപ്പിൾ ഓഫ് ജീസസ്. വണ്ടർഫുൾ. അമ്മയോട് എന്ത് പറഞ്ഞാലും അങ്ങ് സ്വീകരിക്കുകയാണ്. ഒന്നും മനസ്സിലായിട്ടൊന്നുമില്ല, പക്ഷേ എല്ലാം അങ്ങ് സ്വീകരിച്ച് അവളത് പ്രാവർത്തികമാക്കി. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഈ ശിഷ്യത്വത്തിലേക്ക് വളരണം. ഇല്ലെങ്കിൽ നാളെ നിൻ്റെ അമ്മ, നിൻ്റെ അപ്പൻ, നിൻ്റെ സഹോദരങ്ങൾ, നിൻ്റെ ജീവിത പങ്കാളി, നിൻ്റെ മക്കൾ, ഇതിനെല്ലാം സാത്താൻ കയറി പിടിക്കുമ്പോൾ കരയേണ്ടി വരും. നിൻ്റെ ബിസിനസ്, നിൻ്റെ വ്യാപാരം, ഇതെല്ലാം എഫക്റ്റഡ് ആണ് കേട്ടോ. നമ്മുടെ ക്രിസ്ത്യൻ ബിസിനസ്സുകളും വ്യാപാരങ്ങളെല്ലാം എഫക്റ്റഡ് ആണ്. എന്താ കാരണം? യു ഡോണ്ട് ഹാവ് ദി അതോറിറ്റി ആൻഡ് യു ഡോണ്ട് നോ വാട്ട് ടു ഡു വിത്ത് ദിസ്. അതുകൊണ്ട് നമുക്ക് ഉണരണം. അതിനെന്താ ചെയ്യേണ്ടത്? യേശുവിനെ പ്രതി എൻ്റെ ഹൃദയത്തെ പരിശോധിക്കണം. അപ്പോൾ ഒരു പക്ഷി, ഇങ്ങനെ പറയാം, ഒരു പക്ഷി, ജോൺ ദ ക്രോസ് പോലെ, ഒരു പക്ഷി കെട്ടപ്പെട്ടത് സ്വർണ്ണ നൂലാണോ ബലമുള്ള നൂലാണോ എന്നത് അതിന് പറക്കാനുള്ള തടസ്സത്തിൽ മാറ്റം വരുത്തുന്നില്ല. അപ്പം എൻ്റെ ഹൃദയത്തിൽ യേശുവിനേക്കാൾ അധികമായി ഞാൻ എന്തിനെ സ്നേഹിക്കുന്നു? ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ് കേട്ടോ. അപ്പം എൻ്റെ സ്നേഹ വിഷയം എന്താണ്? അത് നമ്മൾ നോക്കുമ്പോൾ വളരെ നല്ലൊരു കാര്യമായിരിക്കാം, ലോകത്തിന് നല്ലൊരു കാര്യമായിരിക്കാം, പക്ഷെ നീ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് പറയുക, ഒരു പക്ഷി സ്വർണ്ണ നൂല് കൊണ്ട്, നമുക്കെല്ലാം സ്വർണ്ണ നൂല് വെച്ചിട്ട് പിശാച് തരുവുള്ളൂ, അല്ലാണ്ട് മോശമായ കാര്യവും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല. അപ്പം മോശമായ കാര്യം, ഏദൻ തോട്ടത്തിൽ മോശമായ സാധനം കൊടുത്തിട്ടല്ല അവരെ വീഴ്ചത്. നിങ്ങൾ ദൈവത്തെ പോലെ ആകണം എന്നുള്ള പ്രലോഭനമാണ്. ദൈവത്തെ പോലെ ആകുന്ന മോശമായ കാര്യമല്ല, വളരെ നല്ല കാര്യമാണ് എന്ന് പറയുന്ന പോലെ നമ്മളെ കെട്ടുന്ന മുഴുവൻ സ്വർണ്ണ നൂലാണ്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു പക്ഷി സ്വർണ്ണ നൂല് കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്, അതോ സാധാരണ ചാക്ക് നൂലുകൊണ്ടാണ് കെട്ടിയിരിക്കുന്നതെങ്കിലും അതിന് മറക്കാൻ പറ്റത്തില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹൃദയത്തെ വിശുദ്ധീകരിക്കണം, സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്നേഹത്തിൽ വളരാനായിട്ടുള്ള ഹൃദയത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്ത് പുറത്ത് കളയേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്നേഹത്തിൽ വളരണം. ഈ സ്നേഹത്തിൽ വളരുന്ന ഒരു വ്യക്തി, ദൈവസ്നേഹത്തിൽ പക്വത പാലിച്ചൊരു വ്യക്തിയെ ഈ ലോകത്തിൽ ഒരു വസ്തുവിനും ഒരു വ്യക്തിക്കും സ്വാധീനിക്കാൻ പറ്റില്ല. ഇതാണ് ആദിമ സഭയിലുണ്ടായിരുന്ന വിശ്വാസികളുടെ പ്രത്യേകത. അവർക്ക് രാജാക്കന്മാരോ സംവിധാനങ്ങളോ സ്ഥാനമാനങ്ങളോ ബഹുമതികളോ ഒന്നും അവരെ സ്വാധീനിച്ചിരുന്നില്ല. ഇന്ന് നമ്മൾ ഈ ലോകത്തിൻ്റെ ബഹുമതികളും സ്ഥാനമാനങ്ങളെല്ലാം സ്വാധീനിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ ഈ ലോകത്തിന്, ലോകവസ്തുക്കൾക്ക് അടിമയായിരിക്കുന്ന ക്രിസ്ത്യാനി, യു ആർ എ ബർഡൻ ടു ദിസ് വേൾഡ്. ഈ ലോകത്തിന് നീ ഒരു അനുഗ്രഹമായി മാറേണ്ടവനാണ്, നീ ഒരു ബാധ്യതയാണെന്ന്. കാരണം നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന നിന്റെ അടിസ്ഥാനപരമായ വിളിയിലേക്ക് നീ വരാത്തത് കൊണ്ട്. അതുകൊണ്ട് ക്രിസ്തു നമ്മൾക്ക് നൽകിയിരിക്കുന്ന അധികാരം, ആധിപത്യത്തിലേക്ക്, ആ ശിഷ്യത്വത്തിലേക്ക് വളരാത്തത് കൊണ്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അനേകം മക്കൾ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുക. നാളെ സ്വർഗ്ഗത്തെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തരും. സ്വർഗം വെളുത്തിയോടെ നീ വലിയ നഷ്ടധൈര്യത്തോടെ ഇരിക്കേണ്ടി വരും. കാരണം നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാത്തതുകൊണ്ട് നീ ജയിക്കുന്ന അജഗണങ്ങൾ, നിൻ്റെ കൂടെയുള്ള മക്കൾ, ഇവരെല്ലാം പല പിശാചിൽ ആക്രമിക്കപ്പെട്ട് നശിപ്പിക്കപ്പെട്ടു പോയതിൻ്റെ ഉത്തരവാദിത്വം നിനക്കാണ്.
നിനക്കാണ്. അതുകൊണ്ട് നമുക്ക് ഈ ലോകകാര്യങ്ങൾ ഉപേക്ഷിക്കണം. നമുക്ക് ക്രിസ്തുവിന് ശിഷ്യത്വത്തിലേക്ക് വളരണം. അവൻ നൽകിയ അധികാരത്തിൽ നമ്മൾ വളരണം. അധികാരം വളരുന്നത് എങ്ങനെയാണ്? അവനുമായിട്ടുള്ള സ്നേഹബന്ധത്തിലാണ് ഈ അധികാരം കിട്ടുക. ആ ബന്ധം വിട്ട് കഴിഞ്ഞാൽ അധികാരം നഷ്ടപ്പെട്ടു. സാത്താൻ ആദ്യത്തെ പ്രലോഭനം അങ്ങനെയായിരുന്നു. ആദ്യത്തിന് എല്ലാ ജീവികളും സകലത്തിൻ്റെ മേൽ അധികാരമുണ്ടായിരുന്നു. അധികാരം ഈസ് കണക്റ്റഡ് വിത്ത് ദ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്. എന്താണ് ആ റിലേഷൻഷിപ്പ്? ഈസ് യുവർ ഡാഡി, യു ആർ ഹിസ് സൺ. ഈ പുത്രപിതൃ ബന്ധത്തിലാണ് ഈ അധികാരം നിൽക്കുന്നത്. അപ്പോൾ ആദ്യ പാപം എന്താണ്? ആദ്യ പാപം കള്ളു കുടിച്ചതോ വീഞ്ഞു കുടിച്ചതോ അല്ലെങ്കിൽ പെണ്ണു കുടിച്ചതോ ഒന്നുമല്ല. ആദ്യ പാപം എന്താണ്? പിതൃത്വത്തെ തിരസ്കരിച്ചു. ഇന്ന് 99.9% പീപ്പിൾ ഡസ് നോട്ട് ബിലോങ് ടു ദിസ് റിലേഷൻഷിപ്പ്. ക്രിസ്ത്യാനിയാണെങ്കിൽ പോലും നമ്മൾ ദൈവത്തിൻ്റെ മകനായിട്ട് ജീവിക്കുന്നില്ല. ആ അപ്പനെ ബഹുമാനിക്കുന്നില്ല. അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ നമ്മൾ സന്നദ്ധരല്ല. നമ്മളിങ്ങനെ നമ്മുടേതായ കാര്യങ്ങളും താല്പര്യങ്ങളും അപ്പൻ്റെ പേരും പറഞ്ഞ് നടക്കുകയാണ്. അതുകൊണ്ട് കം ബാക്ക് ടു ദിസ് റിലേഷൻ. ഇതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഈ മാനസാന്തരത്തിലേക്ക് വരണം. ടോപ്പ് ടു ബോട്ടം ഓൺ ദ ചർച്ച് ഹാസ് ടു കം ടു ദിസ് റിലേഷൻ, റൈറ്റ് റിലേഷൻഷിപ്പ്. ദെൻ യു വിൽ ഹാവ് ദിസ് അതോറിറ്റി. ഇറ്റ് വിൽ ഫ്ലോ ഫ്രം യു. ഇങ്ങനെ നമ്മൾ ലോകത്തെ വീണ്ടെടുക്കേണ്ട ഒരു സമയമായി. മുമ്പ് ഏത് കാലഘട്ടത്തേക്കാൾ ഒരു വലിയ നവസുവിശേഷവൽക്കരണം വരാനിരിക്കുകയാണ്. എക്വിപ്പ് യുവർ സെൽഫ്. ഒരുക്കണം. നമ്മുടെ കൂടെ എല്ലാവരും ഒരുക്കണം. ഈ അധികാരത്തിലേക്ക്, ആധിപത്യത്തിലേക്ക് മക്കളെ വിടണം. എല്ലാവരും വളരണം. ദിസ് ഈസ് ദ കോൾ. നമ്മൾ വളരെ ക്ലിയറാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാത്തിനും ഉപേക്ഷിക്കണം. നമ്മുടെ എല്ലാ സ്വാർത്ഥ താല്പര്യങ്ങളും നമ്മൾ ഉപേക്ഷിക്കണം. അതുകൊണ്ട് ആരെങ്കിലും തൻ്റെ ഹൃദയം നിന്നിൽ സമർപ്പിക്കണമെന്നോ ആരുടെയെങ്കിലും സ്നേഹത്തിൽ നീ നിമഗ്നനായിരിക്കണമെന്നോ ആഗ്രഹിക്കരുത്. ഈശോ മാത്രം നിന്നിലും മറ്റെല്ലാവരിലും വാഴണം. അല്ലേ? നമ്മൾ ആരുടെ ഫ്രണ്ട്ഷിപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് കുറേ ഫ്രണ്ട്സ് വേണം. ഇന്നത്തെ ഒരു വലിയ പ്രശ്നമല്ലേ ഈ ഫ്രണ്ട്ഷിപ്പ് കിട്ടാൻ വേണ്ടി, ലൈക്ക് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കയറി നാട്ടുകാരെ ഫ്രണ്ട്ഷിപ്പ് എത്ര കൂട്ടാൻ പറ്റും, എത്ര ലൈക്ക് കിട്ടും, എത്ര സബ്സ്ക്രിപ്ഷൻ കിട്ടും, ഇതെല്ലാം നിൻ്റെ ആത്മീയ ജീവിതത്തിന് കെണിയാണ്. ചിലപ്പോൾ നിൻ്റെ ഇതൊന്നും പുറകെ നമ്മൾ നടക്കണ്ട. നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയല്ലേ, ഇന്നലെ എത്ര പേര് കൂടി, ഇനി എത്ര പേര് ലൈക്ക് അടിച്ചു. കാരണം നമുക്കിങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കൂട്ടണം. ഈ ഫ്രണ്ട്ഷിപ്പ് കൂട്ടാൻ ആഗ്രഹിക്കുന്നത് നിന്നിൽ ഇത് ലോകത്തിൻ്റെ ഒരു മോഹമാണ്. നിന്നിൽ ദൈവസ്നേഹം ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ്. ഈ ലോകത്തിൽ കുറേ ഫ്രണ്ട്സിനെ സമ്പാദിക്കാനായിട്ട് നമ്മൾ സമ്പാദിക്കുക. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുവാൻ, ബഹുമാനിക്കാൻ, ആദരിക്കുവാനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നിൻ്റെ നാശത്തിൻ്റെ കാരണം. ഇത് ഉപേക്ഷിക്കണം. ക്രിസ്തു മാത്രം നിനക്ക് ഏറ്റവും. ആരെങ്കിലും തൻ്റെ ഹൃദയം നിന്നിൽ നിക്ഷേപിക്കണമെന്നോ സമർപ്പിക്കണമെന്നോ ആരുടെയെങ്കിലും സ്നേഹത്തിൽ നീ നിമഗ്നനായിരിക്കണമെന്നോ ആഗ്രഹിക്കരുത്. ഈശോ മാത്രം നിന്നിലും മറ്റെല്ലാവരും. ഈശോ മാത്രം ഉണ്ടാണ്. ഇതിലേക്ക് നമ്മൾ വളരണം. അപ്പോഴാണ് നമ്മൾ ശിഷ്യത്വത്തിലേക്ക്. അങ്ങനെ വളരുന്ന നിനക്ക് നിന്റെ ഭവനത്തിലെ സകല രോഗികളെ സുഖപ്പെടുത്താൻ അധികാരമുണ്ട്. അതിന് വേറെ ആരും ധ്യാനമന്ദിരത്തിന് വരേണ്ട കാര്യമില്ല. നീ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാതെ സൗഖ്യം പ്രാപിച്ചിരിക്കും. നീ പിശാചുകളെ ബഹിഷ്കരിക്കും. നീ പറഞ്ഞ നിന്റെ കുടുംബത്തിൽ പിശാച് പോയിരിക്കും. മാരകമായി എന്ത് കുടിച്ചാലും നിന്റെ കുടുംബത്തിൽ ബാധിക്കത്തില്ല, നിന്റെ ജീവിതത്തിൽ ബാധിക്കത്തില്ല. സർപ്പങ്ങളെ നീ കൈകളിലെടുക്കും. മരിച്ചവരെ നീ ഉയർപ്പിക്കും. കുഷ്ഠരോഗികളെ ശുദ്ധരാക്കും. എല്ലാ അധികാരവും ദൈവം തന്നിരിക്കുക. ഈ ഭൂമിയിൽ കെട്ടത് സ്വർഗത്തിൽ കെട്ടിയിരിക്കും. ഈ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിക്കപ്പെടും. കാരണം വെച്ചാൽ നീ ഇവിടുന്ന് അടിമപ്പെട്ട മക്കളെ വിമോചിപ്പിച്ച് അവർ മോചിക്കപ്പെട്ടിരിക്കും. ഇങ്ങനെ ഒരു വലിയ സുവിശേഷവൽക്കരണത്തിലേക്ക് നമ്മൾ വരേണ്ട സമയമായി. അതിന് ശിഷ്യത്വത്തിലേക്ക് വളരെങ്കിൽ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കണം. യേശുവിനെ നമ്മൾ ഹൃദയത്തിൽ പൂജിക്കണം. ഓക്കെ. അപ്പം അങ്ങനെ ഒരു അനുഗ്രഹമായി മാറണം, ഒരു ബാധ്യതയായി മാറരുത് ക്രിസ്ത്യാനി. നീ ലോകത്തിന്, നിന്റെ ചുറ്റുള്ള ഹിന്ദുക്കൾക്ക്, മുസ്ലിങ്ങൾക്ക്, സിഖുകാർക്ക്, നിരീശ്വരവാദികൾക്ക്, you should become a blessing, because everybody is going through problems. Everybody is going through problem, and you have the solution. Execute the solution and evangelize the world. നമുക്കൊരു വിളിയുണ്ട്, ഡിസൈപ്പിൾഷിപ്പ് അല്ല. ഒരു വിളിയുണ്ട്, we are all missionary discipleship. വെറും ഡിസൈപ്പിൾ ആകാനുള്ളതല്ല, നമ്മൾ മറ്റുള്ള സഹോദരങ്ങളിലേക്ക് ഇറങ്ങണം. ലോകം കാത്തിരിക്കുകയാണ് ഒരു രക്ഷയ്ക്ക് വേണ്ടി. 100 കണക്ക് പ്രശ്നത്തിൽ മനുഷ്യൻ നടക്കല്ലേ. Everybody is in problem and you have the solution. The Christ is the solution. So let us come out. Okay? അങ്ങനെ ലോകത്തിന് വെളിച്ചമായി ഒരിക്കൽ കൂടി ഈ രക്ഷയുടെ വെളിച്ചം, മാനവകുലത്തിന്റെ രക്ഷയുടെ വെളിച്ചം നമുക്ക് ലോകത്ത് കൊടുക്കണം. നമുക്ക് ഭൂമിയുടെ ഉപ്പായമാണ് നശിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന് ഒരാശ്വാസമായി നമ്മൾ നിൽക്കണം. സ്വർഗ്ഗം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.